ഒന്നാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ ഞാൻ ഒരു അധ്യാപികയാണ് ഇപ്പോൾ എന്താ ഞാൻ കുട്ടികളോട് പറയാ പിന്നെ പഠിച്ച് ജോലി വാങ്ങണം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ സമയം അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. കല്യാണത്തിന് ശേഷം BEd കഴിഞ്ഞു, പക്ഷെ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വേറെ മറ്റു പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത്. അപ്പൊ ഇത്രക്ക് കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു സർ. എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ കണ്ടില്ലേ, ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് PSC എക്സാം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുന്നതാണ് നമ്മൾ. ഈ റാങ്ക് മേടിച്ച ടീച്ചറിൻ്റെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ജീവനക്കാരുടെ കണ്ണീര് കാണുന്നതോടൊപ്പം അപ്പോൾ ഇതുപോലെയുള്ളവരുടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് നമ്മളൊരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു PSC എക്സാം അല്ലെങ്കിൽ PSC പഠിത്തം എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ കാര്യങ്ങളാണ്. അതായത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലുള്ള അംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കി മക്കളുടെ കാര്യങ്ങൾ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അവർ PSC എക്സാമിന് വേണ്ടി ഈ പഠനത്തോടൊപ്പം തന്നെ അവർ വീട്ടുകാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, വീട്ടിലെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട്, വീട്ടിലെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് അവർ പഠിക്കുന്നത്. അത്രയും കഠിനമായ പ്രയത്നത്തിലൂടെയാണ് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ പഠിച്ച് ഒരു PSC എക്സാം എഴുതുന്നതും ആ ഒരു റാങ്കിലോട്ട് എത്തുന്നതും നമ്മൾ ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും. ഒരുപാട് റിസ്ക് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. നിങ്ങൾ ഇപ്പോഴുള്ള നിലവിലുള്ള ഗവൺമെൻറ് ജീവനക്കാരുടെ വിഷമങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒന്ന് കണ്ണു തുറന്ന് ഇതുപോലെയുള്ള റാങ്ക് പട്ടികയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാത്ത ടീച്ചറെ പോലുള്ളവരുടെ കണ്ണീരും കൂടി ഒന്ന് കാണണം. ആ ടീച്ചർ തന്നെ പറയുന്നുണ്ട്, വളരെ താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്നതാണ്, വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച് പഠിച്ചു വന്ന് ഫസ്റ്റ് റാങ്ക് എന്ന ഒരു ലക്ഷ്യത്തിലെത്തി ഫസ്റ്റ് റാങ്ക് കിട്ടി. എന്നിട്ടും ഫസ്റ്റ് റാങ്ക് കിട്ടി ആ ടീച്ചറിന് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു അവസ്ഥ അതാണ് ആ ടീച്ചർ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാത്ത എങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് PSC എഴുതി നിങ്ങളൊരു ജോലി നേടൂ എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പിൻവാതിൽ നിയമനം എന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് നടത്തുമ്പോൾ അതായത് നിങ്ങളുടെ ആൾക്കാരായിരിക്കുമല്ലോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ നിങ്ങൾ പിൻവാതിൽ നിയമനത്തിലൂടെ കയറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കയറ്റുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കണം, വളരെ കഷ്ടപ്പെട്ട് PSC പഠിച്ച് യോഗ്യത നേടിയവർ പുറത്തു നിൽപ്പുണ്ട് എന്ന കാര്യം.